തീർച്ചയായും ഇതൊരു വലിയ അനാസ്ഥ തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇതിനു മുമ്പും ഇതുപോലെയുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് വളരെ ഭയാനകമായ ജനങ്ങളുടെ ഇടയിലും നാട്ടുകാരുടെ ഇടയിലും അതുപോലെ തന്നെ അവിടെ വന്നിട്ടുള്ള ആൾക്കാരുടെ ഇടയിലും ഒരുപാട് ഭീതി പടർത്തുന്ന രീതിയിലുള്ള ഒരു അപകടമാണ് നടന്നിട്ടുള്ളത്. ഇതിനുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഹാപ്പി ലാൻഡ് മാനേജ്മെന്റ് തന്നെയാണ്. കാരണം കാലാകാലങ്ങളിൽ ഇതിന്റെ ലൈസൻസ് പുതുക്കി കൊടുക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളടക്കം സർക്കാരിന്റെ വിവിധ ഏജൻസികളാണ്. ഇതുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി ആണ് ലൈസൻസ് കൊടുക്കേണ്ടത്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതായിരിക്കുന്നു. കാരണം 25 വർഷത്തിലേറെയായി പഴക്കമുണ്ട് ഹാപ്പി ലാൻഡ് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അന്ന് മുതലേ ഉപയോഗിക്കുന്ന റൈഡ് ഇപ്പം പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ്. നല്ല രീതിയിലുള്ള പരിക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് പ്രാഥമികമായി അറിയാൻ കഴിഞ്ഞത്. ശരി, അപ്പോൾ നാട്ടുകാരുടെ ഒക്കെ തന്നെ നിരന്തരമായ പരാതി ഉയരുന്ന ഒരു സാഹചര്യം, ഇതിനു മുൻപും അപകടം സംഭവിച്ച ഒരു ഘട്ടം. അപ്പോൾ വേണ്ട വിധത്തിലുള്ള സുരക്ഷാ പരിശോധനയോ പോലീസ് അന്വേഷണമോ ഒന്നും തന്നെ അവിടെ കാര്യക്ഷമമായി നടക്കുന്നില്ലെന്നാണോ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും ഇതിനു മുമ്പ് തന്നെ ഇതുപോലെ 1-2 അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ അപകടത്തിന് ഇരയായവർ ഈ കേസുമായി മുന്നോട്ട് പോയി ഒരു കോമ്പൻസേഷൻ കിട്ടുന്നതിലോട്ടോ മറ്റു കാര്യങ്ങളോ വൈകുന്നത് കൊണ്ട് പല കാര്യങ്ങളും സ്റ്റേഷനിൽ തന്നെ ഒത്തുതീർപ്പാക്കി പോയിട്ടുള്ള സാഹചര്യമുണ്ട്. ഈ തൊട്ടടുത്ത ദിവസം ഒരു കുട്ടി അവിടെ മരണപ്പെട്ടു. അത് അവർ ഹാപ്പി ലാൻഡ് അധികൃതർ അതിനെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് ഭക്ഷണം അമിതമായി കഴിച്ചത് കൊണ്ട് ആ കുട്ടിക്ക് ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു എന്നാണ്. എന്നാൽ അതിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. അവിടെ സ്വിമ്മിംഗ് പൂളിൽ പെട്ട അപകടത്തിലാണ് മരണപ്പെട്ടത് എന്നുകൂടിയുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. എന്ത് തന്നെ ആയാലും ഹാപ്പി ലാൻഡിന്റെ ഭാഗത്തു നിന്നും അതിന്റെ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള അനാസ്ഥ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അനാസ്ഥ മുൻനിർത്തിക്കൊണ്ട് സ്ഥാപനം മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭയാനകമായ ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകും. അത് വേണ്ട നടപടികൾ ഹാപ്പി ലാൻഡ് ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടപടികൾ ഉണ്ടാകണം. അവിടുത്തെ വിഷയങ്ങൾ പരിഹരിച്ചുകൊണ്ട് മാത്രമേ ഈ സ്ഥാപനം ഇനി തുറന്ന് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അതുകൂടാതെ പ്രധാനമായി ഉന്നയിക്കപ്പെടുന്ന ഒരു വിഷയമെന്ന് പറയുന്നത്, ഒരു അപകടം സംഭവിക്കുമ്പോൾ ഉടനടി ചികിത്സ നൽകുക എന്നുള്ളതാണ്. ആ ചികിത്സ നൽകാൻ വേണ്ടി അവരെ ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള വാഹനമോ ഇനി പറയുന്നത് പോലെ ഫസ്റ്റ് എയ്ഡോ മറ്റോ നൽകാനായിട്ടുള്ള സംവിധാനമോ അവിടെ ഇല്ല എന്നാണ് പറയുന്നത്. ആ അപകടത്തെ പോലും അവരെ പുറത്തു കൊണ്ടുവരാതെ നോക്കുവാനുള്ള ഒരു രീതിയിലോട്ട് പോയതിന്റെ ഭാഗമായി അവരെ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിട്ടുണ്ട്. ഒരു ആംബുലൻസ് സൗകര്യം പോലും ഇതുപോലെയൊക്കെയുള്ള ഒരു സ്ഥാപനങ്ങൾ നടത്തുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ആംബുലൻസ് സൗകര്യം പോലും അതിനകത്ത് ലഭ്യമല്ലായിരുന്നു ഒരു സ്ഥാപനങ്ങളിൽ. അതുകൂടി നമ്മൾ ഇനി കരുതേണ്ടതായിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും അപകടം സംഭവിക്കാവുന്ന രീതിയിലാണല്ലോ ഈ രീതിയിലുള്ള സ്ഥാപനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുവാൻ പോലും വളരെ വൈകിപ്പോയി. ആ ഒരു വൈദ്യസഹായം ലഭിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ പോലും ഒരുപക്ഷെ നിഷേധിക്കപ്പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ അത് വൈകിപ്പോയതായിരിക്കാം. എന്ത് തന്നെ ആയാലും അതും ഒരു നാട്ടുകാരുടെ ഇടയിലും ഉള്ള ഒരു ചർച്ചയ്ക്കപ്പുറത്തോട്ട് അതൊരു വാസ്തവമായ കാര്യം കൂടിയാണ്. ശരി, അപ്പോൾ ഇത്തരത്തിലുള്ള അനാസ്ഥ ഇനിയും ആവർത്തിക്കുമെന്നുള്ളതാണ് ഈ അപകടങ്ങളിലൂടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ നടപടി ഇനി സ്വീകരിക്കേണ്ടതില്ലേ? അതെ, നടപടികൾ ഇതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ ലൈസൻസ് പുതുക്കി കൊടുക്കുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ ഇതെല്ലാം പാലിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളുടെ പരിശോധന അടക്കം വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങൾ തിട്ടപ്പെടുത്തിയതിനു ശേഷം മാത്രം പ്രവർത്തനം ആരംഭിച്ചില്ല എങ്കിൽ ഇതുപോലുള്ള അപകടങ്ങൾ ഇനിയും തുടരാൻ സാധ്യതയുണ്ട്. ഒരു കാരണവശാലും ഈ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാതെ ഇനി അതവിടെ പ്രവർത്തിപ്പിക്കുവാൻ ഞങ്ങളെ പോലെയുള്ള പൊതുപ്രവർത്തകർ അതിന് ഒരു തയ്യാറല്ല എന്നുള്ളൊരു കാര്യം കൂടി അറിയിക്കുകയാണ്. അപ്പോൾ നിലവിൽ ഈ അമ്യൂസ്മെന്റ് പാർക്കിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുടെ പരാതി ഇത് ആദ്യമായിട്ടാണോ വരുന്നത്? പലരുടെയും പ്രതികരണം കേൾക്കുമ്പോൾ നിരന്തരമായി പറയുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ല, ഇതിന്റെ തുടക്കം മുതലേ ഞാൻ 2010 ഇവിടെ പഞ്ചായത്ത് മെമ്പറായിരുന്ന സമയം മുതലേ ഇതുമായി ബന്ധപ്പെട്ട മാലിന്യ പ്രശ്നങ്ങൾ, അതായത് അതിനകത്ത് റീസൈക്കിൾ പ്ലാന്റുകൾ ഇല്ലാതെ കൃത്യമായി മാലിന്യ സംസ്കരണത്തിന് ഉള്ള ഉറവിടങ്ങൾ ഉണ്ടാക്കാതെ ഒരു പൊതു തോട്ടിലേക്ക് ഒഴുക്കിവിടുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ കാലം നിലനിന്നിരുന്ന പരാതികൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഘട്ടം ഘട്ടമായി അതൊക്കെ ശരിയായ രീതിയിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ശരിക്കും അതായത് പബ്ലിക്കിന്റെ പബ്ലിക്കുമായി ബന്ധപ്പെടുത്തി എല്ലാ വിധത്തിലുള്ള പരാതികളും പരിഹരിച്ച് മുന്നോട്ട് പോവാൻ തയ്യാറാകാത്ത ധാർഷ്ട്യത്തോടു കൂടിയുള്ള ഒരു പെരുമാറ്റമുള്ള ഒരു മാനേജ്മെന്റ് ടീമാണ് അവിടെ ഉള്ളത്. കാരണം എന്തെങ്കിലും ഒരു പബ്ലിക്കിന്റെ ഒരു ഭാഗത്ത് നിന്ന് ഒരു അപാകത ചൂണ്ടിക്കാണിച്ചാൽ അത് തിരുത്താൻ തയ്യാറല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പാർക്ക് മുന്നോട്ട് പോകുന്നത്. അത് മാത്രമല്ല, ഈ അപകടം സംഭവിച്ചിട്ട് പോലും അവർ വീണ്ടും തുടർന്നും ആളുകളെ പ്രവേശിപ്പിക്കുന്നതും അതുപോലെ തന്നെ ആളുകൾ അവിടെ പൂളിലും മറ്റുമൊക്കെ നിൽക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ചെയ്യാനോ അല്ലെങ്കിൽ ആ പ്രവർത്തനം നിർത്തിവച്ചിട്ട് ആ അപകടത്തിൽ പെട്ടവരെ ആശുപത്രിയിൽ എത്തിക്കുകയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഹരിക്കാനുമല്ല ആ പാർക്കിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് അവർ ശ്രമിച്ചത്. കാരണം പൊതുപ്രവർത്തകരും നാട്ടുകാരും ഇടപെട്ടാണ് ഇപ്പോൾ ആ പാർക്കിന്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ്.
എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.